ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോന്നി ആന വളർത്തൽ കേന്ദ്രത്തിലാണേ. അപ്പോൾ നമ്മളിവിടെ ആന കൂട് കാണാനും ഇവിടെ ഒന്ന് പിള്ളേരെയും കൊണ്ടൊക്കെ ഒന്ന് വന്നാണേ. അപ്പോൾ നമുക്കിവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ കോന്നി എക്കോ ടൂറിസത്തിൻ്റെ നമ്മുടെ എൻട്രൻസ് എന്ന് നമ്മൾ റോഡിൽ നിന്ന് കാണുമ്പോൾ ഉള്ള ഗേറ്റും കാര്യങ്ങളുമൊക്കെയാണ് ഇത്. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ അകത്തോട്ട് കയറി അപ്പം ടിക്കറ്റ് എടുക്കണം നമുക്ക്. അപ്പോൾ ആൾക്ക് ഞാനത് മറന്നുപോയി എത്രയാണെന്നുള്ള കാര്യം. നമുക്ക് പാസ്സുണ്ട്, ടിക്കറ്റുണ്ട്. വലിയവർക്ക് പിള്ളേർക്കില്ല, 10 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്കില്ല, അല്ലാത്തവർക്കുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ റോജ അവിടെ നിൽക്കുവാണ്. അപ്പോൾ ആ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തൊട്ടപ്പുറേ തന്നെ ഒരു എക്കോ ഷോപ്പുണ്ട്. ഇങ്ങനെ വനത്തിലെ വിഭവം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കെമിക്കലില്ലാതെ നമുക്ക് കിട്ടുന്ന കൂവപ്പൊടി, തേന്, അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ, അങ്ങാടി മരുന്നുകളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ്റെ വിലയും അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷായ സാധനങ്ങൾ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മേടിച്ചില്ല, അവിടെ എഴുതി വെച്ചേക്കുന്ന കണ്ടു. ഞാൻ കയറി നോക്കിയായിരുന്നു. അവിടെ നമുക്കത് കയറി നോക്കി കാണുകയൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ ഈ പിള്ളേരെയും കൊണ്ടൊന്നും കയറിയില്ല കേട്ടോ. ഉമ്മാരെ കയറി കഴിഞ്ഞാൽ എല്ലാം വലിച്ചിളക്കി ചാടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നേരെ അവിടെ പാസ് കൊടുത്ത് അവിടെ ഒരു സെക്യൂരിറ്റി നിൽപ്പുണ്ട്. ആ പുള്ളിയുടെ കയ്യിലേക്ക് നമ്മൾ പാസ് കൊടുത്ത് നമ്മൾ കയറി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ തുടക്കം ഇതാണ്. അപ്പോൾ അവിടെ ചെല്ലുന്നിടത്തൊരു മുത്തയും ഒരു മുത്തനും ഒക്കെ നിൽക്കുന്നൊരു പ്രതിമയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറി ചെല്ലുന്നിടത്താണ് നമ്മുടെ ആനക്കൂടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിനകത്തൊരു ചെറിയൊരു കുട്ടി ആനക്കൂട്ടം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അകത്തോട്ട് നമുക്ക് അനുവാദമില്ലാതെ പ്രവേശനമില്ല. അപ്പോൾ അത് കമ്പി വേലി കെട്ടി നമുക്ക് പുറത്ത് നിന്ന് കാണാവുന്ന രീതിക്ക് ആണ് ആക്കിയേക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നവരൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തുമ്പിക്കൈയൊക്കെ ആ തടിയാലിങ്ങനെ തട്ടി ഒക്കെ ആളിങ്ങനെ കറങ്ങിയൊക്കെ വെള്ളം വെക്കുന്നുണ്ട്. അല്ലാതെ വേറെ ശല്യങ്ങളൊന്നും അതിനകത്തില്ല. അപ്പോൾ ഇങ്ങനെ വലിയൊരു കൂടാണ്. അപ്പോൾ ഇതിനകത്തിട്ടാന്നാണ് പറയുന്നത്. ആനേനെ മെരുക്കുന്നതും കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുക്കുന്നതും ചട്ടം പഠിപ്പിക്കുന്നതൊക്കെയാണ് ആ ആനക്കൂടാന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേ അങ്ങനെ നമ്മൾ അവിടുന്ന് ആനേനെയൊക്കെ കണ്ടു. അങ്ങനെ ആളുകളെ കാണുമ്പോഴത്തേക്ക് അതിങ്ങനെ ചുറ്റും കൂടിനകത്തൂടെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് നേരെ വന്ന പിള്ളേരുടെ പാർക്കാണ്. ചിൽഡ്രൻസ് ഒരു പാർക്കുണ്ട്. ഒത്തിരി വലിയതൊന്നുമല്ല, ഒരു 10 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്നൊരു അടിപൊളി ഒരു പാർക്കുണ്ട്. അതിൻ്റെ നേരെ മുകളിലായിട്ടാണ് നമ്മുടെ എലഫൻറ്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പിള്ളേരെ പാർക്കിൽ വിട്ടിട്ട് നമ്മളിങ്ങനെ അവിടെ നിന്ന് അവിടെ ഒരു ചെറിയൊരു ക്യാൻറ്റീനുണ്ട് ഈ മ്യൂസിയത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട്. അപ്പോൾ നമ്മളവിടെ ഒരു താമരക്കുളവും ഒക്കെ ഉണ്ട്, അവിടെ അത് കണ്ടു. പിന്നെ ഇതാണ് നമ്മുടെ എലഫൻറ്റ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസാണിത്. അപ്പം ഞങ്ങളിത് നേരെ അതിനകത്തോട്ട് കയറുവാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ ഓരോരോ ഈ കൂപ്പുതടി വെട്ടുന്നതിൻ്റെ കൂപ്പിലെ പഴയ കാലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അതവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിത്തിയിൽ ഒത്തിരി പെയിൻറ്റിങ്സുകൾ, ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം ആനയായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രകൃതിയുടെ ശബ്ദങ്ങൾ എങ്ങനെ നമുക്ക് കേൾക്കാം. പ്രകൃതി നമ്മളോട് സംസാരിക്കുന്ന ഇത് ഗ്യാലറിയാണ് ഭയങ്കരമായിട്ട്. അപ്പം നമുക്ക് മൃഗങ്ങളുടെയും പക്ഷികളുടെയും എല്ലാം ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അവർ പറയുന്നുണ്ട് പ്രകൃതി നമ്മളോട് സംസാരിക്കുന്ന കേൾക്കാം. അപ്പം നമുക്കൊന്ന് കേട്ട് നോക്കാമേ. പിന്നെ വീണ്ടും നമ്മളിത് കണ്ടില്ലേ, ആന കുഴിക്കകത്ത് വീഴുന്നതും അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കുരുക്കിടയിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതും വീണ്ടും അവിടെ ഒരു ഗ്ലാസ്സിനകത്തത് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആന പണ്ടത്തെ എന്താ പറയുന്നത് ഇങ്ങനെ ഈ കുഴി അതൊക്കെയാണ് കാണിച്ചേക്കുന്നതിനകത്ത് പണ്ടുള്ള കാര്യങ്ങൾ. ഇത് ആനയുടെ ഒരു സ്കെൽട്ടനാണ്, ഒറിജിനൽ സ്കെൽട്ടനാണ്. പക്ഷേ കൊമ്പ് മാത്രം അവർ പറഞ്ഞത് ആർട്ടിഫിഷ്യലായിട്ട് അവർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം അവർ ഒറിജിനലായിട്ട് അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം. അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റുകയില്ല, പക്ഷെ നമുക്കിങ്ങനെ
പുറത്തുനിന്ന് അത്ര അടുത്ത് നമുക്ക് കാണാം. പിന്നെ ഇത് ആനയുടെ തലയോട്ടി, പല്ലിൻ്റെ സൈഡ്, താടിയെല്ല്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഈ ഉപകരണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ആനയെ മെരുക്കാനായിട്ട് ഉപകരിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ ആനയുടെ കാലിലിടുന്നത്, പിന്നെ എന്താ പറയുന്നത്, വലിയ ഈ തോട്ടി, കോല്, പിന്നെ ഈ കൊമ്പ് ചുറ്റെന്നൊക്കെ പറഞ്ഞ ഇപ്പോൾ അതല്ല, ഇത് ആനയുടെ മുട്ടുചിരട്ടയാണ്. പിന്നെ ആനയുടെ പല്ലുണ്ട് അവിടെ, ഇത് പല്ലാണ് ഈ കാണുന്നത്. പിന്നെ ആനയ്ക്ക് നമ്മൾ പണ്ടത്തെയൊക്കെ തോട്ടി എന്ന് പറയുന്നത് അങ്കൂശോ, അതൊക്കെ അവിടെ പഴയ കാലത്ത് ആനേനെ നമ്മൾ മെരുക്കാൻ എന്തൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. കത്തി, ആനയുടെ കൊമ്പ് ചെത്തി ഇതാക്കുന്ന കത്തി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ തോട്ടികളിൽ ചെറിയ തോട്ടി, വലിയ തോട്ടി, അങ്ങനെ തോട്ടികൾ 3-4 ടൈപ്പിലുള്ള തോട്ടികൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ പണ്ടത്തെയൊക്കെ നമ്മുടെ ആന ഇതെന്ന് പറയും, തോട്ടി അങ്കൂശം എന്ന് പറയുന്നത്. പിന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആനയ്ക്ക് മദപ്പാടൊക്കെ പണ്ട് കാലത്തുണ്ടാകുമ്പം ഇപ്പം ചങ്ങലക്കിടുന്ന അന്ന് ഇതായിരുന്നു നമ്മൾ കാലിൽ ഇട്ടുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. മുള്ളു പോലുള്ള സംഭവമാണ് മുള്ളട എന്ന് പറഞ്ഞ്. പിന്നെ അവിടെ ഭിത്തിയിൽ ഫോട്ടോ ഭയങ്കരമായിട്ടുണ്ട്. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനോ സെൽഫി എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അവിടുന്ന് നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നേരെ വരുമ്പോൾ നമുക്ക് വിശ്രമിക്കാനൊക്കെ ആയിട്ടൊരു ചെറിയൊരു നല്ല തണലൊക്കെ ആയിട്ട് നല്ല ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു അശോകമൊക്കെ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. നല്ല രസമാട്ടോ, നല്ല മൊത്തത്തിലൊരു നല്ല കൂളിങ്ങുള്ള കാലാവസ്ഥയാണ്. നമുക്ക് ഭയങ്കര ചൂടൊന്നുമില്ല. ഞങ്ങളൊരു വൈകിട്ടൊരു 3 മണി 4 മണി സമയത്താണ് പോയത്. അപ്പോൾ ആ സമയങ്ങൾ പിന്നെ ഇപ്പോഴത്തെ ഒരു മഴക്കാല കാലാവസ്ഥയും കൂടെ ആയതുകൊണ്ട് പിന്നെ തണുപ്പുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് നമ്മുടെ എലഫൻറ്റ് ആർട്ട് ഗ്യാലറിയാണ്. അവിടെ എലഫൻറ്റ് ഗ്യാലറിയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര രസമാണത് കാണാനായിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കച്ചി കൊണ്ടൊരു ആനക്കുട്ടീനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പിറക് പൂളുകളില്ലേ, ഇങ്ങനെ ആ പൂളുകൾ കൊണ്ടുണ്ട്. പിന്നെ കളിമണ്ണ് കൊണ്ടുണ്ട്, പിന്നെ തുണി കൊണ്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിലും നമ്മുടെ ആനേനെ ആർട്ട് ഗ്യാലറിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആനയുടെ ചെറിയൊരു ഇത് വരച്ചിട്ട് ഫോട്ടോസ് വരച്ചത്, ചെറിയ ഈ കളിമണ്ണ് ഇങ്ങനെയുള്ള സംഭവത്തിലൊക്കെ ഉണ്ടാക്കിയ ചെറിയ രൂപങ്ങൾ, അങ്ങനെയുള്ള എല്ലാമാണ് ഈ ആർട്ട് ഗ്യാലറി മൊത്തമായിട്ടുള്ളത്. നെറ്റിപ്പട്ടവും അങ്ങനെയുള്ള കാര്യങ്ങൾ, ആനയായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഈ ആർട്ട് ഗ്യാലറി മുഴുവനായിട്ട്. നല്ല രസമാണ് നമുക്ക് കാണാനായിട്ട്. പ്രത്യേകിച്ച് നമുക്കങ്ങനെ പറഞ്ഞ ഒരു ഇത് വരികയില്ല, പക്ഷെ നമ്മൾ ചെന്ന് കാണണം, അപ്പോഴേ അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ നേരെ നമ്മളങ്ങനെ ഒറിജിനൽ ആനയുടെ അടുത്തേക്ക് പോവുകയാണ് കയറി. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇഷ്ടംപോലെ സ്പേസിലാണ് അവരിങ്ങനെ ഇട്ടേക്ക്. നമുക്ക് പുറത്തുനിന്ന് കാണാൻ ഇഷ്ടംപോലെ സ്പേസുകളുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ പേര്, ഈവ, മീന, ഇങ്ങനെയുള്ള പേരുകളിലൊക്കെ ആനേനെ എഴുതി അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രായവും 23 വയസ്സ്, 11 വയസ്സ്, 33 വയസ്സ്, കിട്ടിയ സ്ഥലം, അങ്ങനെയൊക്കെ കിട്ടിയ സമയത്തെ അവരുടെ പ്രായമായിരിക്കും, അങ്ങനെയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരിയും പേര് നമ്മൾ ചെന്ന സമയങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു. അവിടെ യൂട്യൂബേഴ്സായിട്ടുള്ള, എനിക്കൊന്നും ഹിന്ദി ആണെന്ന് തോന്നുന്നു, അവർ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നും നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു അവിടെ എടുക്കുന്നതിനും കാര്യങ്ങളൊക്കെ. നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ആരും നമ്മളെ ഒന്നും പറഞ്ഞില്ല. ഈ പുള്ളി മാത്രം ഇച്ചിരി പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നു. നമ്മളെ കാണുമ്പോഴത്തേക്കൊരു ചീറ്റലും ആ തുമ്പിക്കയിട്ടൊരടിയും ഒരു തട്ടലും ഒക്കെ അവിടെ നടത്തുന്നുണ്ടായിരുന്നു. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ചീറ്റലും ഒക്കെ. ബാക്കി എല്ലാവരും എന്താ പറയുന്നത്, നമ്മൾ സാധാരണയായിട്ട് ശാന്തമായിട്ട് നിന്ന് പുല്ല് തിന്നുകയൊക്കെയാണ്. ഈ പുള്ളി പിന്നെ മേത്തോട്ട് കുറേ പുല്ലൊക്കെ വാരിയിട്ട് അങ്ങനെ ബഹളമായിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ആളുകളെല്ലാം ഒത്തിരി കാണുന്നതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ പിന്നെ നമ്മളവിടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്ത് നമ്മൾ എന്താ പറയുന്നത്, ആനേനെ പിള്ളേരെയൊക്കെ കാണിച്ച്, ആനേനെ നമ്മൾ മീന എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് നോക്കും, ചെവി തിരിച്ചിങ്ങനെ നോക്കും കേട്ടോ. നമ്മളങ്ങനെ വിളിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്ന പേര് വിളിക്കുമ്പോൾ അതവർക്ക് സുപരിചിതമായ പേരായതുകൊണ്ടായിരിക്കും. അങ്ങനെ അവിടുന്ന് ആ ഒരു സെക്ഷനിൽ ആ 3 പേരേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് പിന്നെ ഒരാളെ കെട്ടിയേക്കുന്നത്. അത് 11 വയസ്സെന്ന് പറഞ്ഞാൽ വലിയ ഇച്ചിരിയുടെയൊക്കെ ഇതിനേക്കാളും ഒക്കെ വലിപ്പമൊക്കെ ഉള്ള ആണ് അവിടെ നിൽപ്പുണ്ട്. അത് ഒറ്റയ്ക്കാണ് അവിടെ നിൽക്കുന്നത്. ഇതുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളതിനും അതും പുറത്ത് പോയി നിന്ന് കണ്ടു. അപ്പോൾ ഇവർക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടെന്ന്, കുടിക്കാൻ വെള്ളമൊക്കെ അവർ വലിയ ഇതിനകത്ത് കെട്ടി അവിടെ ഇട്ടിട്ടുണ്ട്, വലിയ ടാങ്ക് പോലെ കെട്ടി അതിനകത്ത്. ഇത് കൃഷ്ണ എന്നാണ് ഇതിൻ്റെ പേര്, 11 വയസ്സെന്ന് പറഞ്ഞു. പക്ഷേ ഭയങ്കര വലിപ്പമാണ്. കിട്ടിയ സമയത്തെ അവരുടെ കയ്യിൽ കിട്ടുന്ന സമയത്തെ പ്രായമായിരിക്കും അവർ എഴുതി വെക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ നിന്നപ്പോഴാണ് ഇതേ മേളിൽ കൂടെ ഒരു കുഞ്ഞൊരെണ്ണത്തിനെ ഒരു ആനക്കുട്ടീനെയും കൊണ്ടൊരു പാപ്പാൻ വരുന്നത് നടത്തിക്കൊണ്ട് വരുന്നത്. തീരെ കുഞ്ഞാന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ നടന്ന് താഴോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളവിടുന്ന് തിരിച്ചിറങ്ങി വന്ന സമയത്ത് നടത്തിക്കുന്നുണ്ട്. നടത്തിച്ച് അവിടെ വന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടു. പിന്നെ ഇതവിടെ ഒരു ഭിത്തിയുടെ പുറകിൽ നമ്മളങ്ങ് ചെല്ലുന്നിടത്തൊരു ബട്ടർഫ്ലൈ പോലെ ഇരിക്കും. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല രസം കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നല്ല അടിപൊളി ഒരു ക്യാൻറ്റീനുണ്ട് നമ്മുടെ ഈ എലിഫൻറ്റ് മ്യൂസിയത്തിനടുത്ത് തന്നെ. അവിടെ നല്ല സൂപ്പർ കോഫി, മുട്ട ബജി. നമ്മൾ എല്ലായിടത്തു നിന്നൊക്കെ മുട്ട ബജിയൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ മുട്ട ബജിയുടെ ടേസ്റ്റ് പറയാൻ പറ്റിയല്ല. നമ്മൾ ഈ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ഈ കടലമാവിനകത്ത് മുക്കി ഭയങ്കര ഒരു ഇതല്ലേ. പക്ഷേ ഇത് വളരെ അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങൾക്ക് കഴിച്ചിട്ടും മതിയായില്ല. അപ്പോൾ എല്ലാവരും വയർ നിറച്ച് ആ മുട്ട ബജി മാത്രമേ ഉള്ളായിരുന്നു. അതും കഴിച്ച് നല്ല അടിപൊളി കോഫിയും കുടിച്ച്, ബ്രൂ കോഫി ആയിരുന്നു, അതും കഴിച്ച് ഞങ്ങൾ ആസ്വദിച്ചിരുന്നാണ് ഇതെല്ലാം കണ്ടു കഴിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ കാപ്പൂടിയൊക്കെ ഏകദേശം അവസാനിപ്പിച്ച് എല്ലാവർക്കും കോഫിയുടെ രുചിയൊക്കെ 2-3 കോഫിയൊക്കെ എല്ലാവരും കുടിച്ചു. അത്രയും ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത്രയും ഒരു ടേസ്റ്റായിട്ട് ഒരിടത്തും കുടിച്ചിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. കുഞ്ഞ് ക്യാൻറ്റീനാണ് താനും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു. അവിടുന്ന് ബില്ലൊക്കെ തീർത്ത് പയ്യെ ഇങ്ങനെ ഇറങ്ങിപ്പോന്നു. വിലയും കുറവാണ് കേട്ടോ. ഒത്തിരി വലിയ ഓവർ റേറ്റുകളൊന്നുമില്ല. അപ്പോൾ ഇത് അങ്ങനെ വന്ന് പിള്ളേരുടെ ഗ്യാലറിയിൽ ഇതേ ഒരു മയിലിനെയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് അപ്പോൾ ഇതേ നമ്മളങ്ങനെ തിരിച്ചിറങ്ങി പോരുവാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോയ കാഴ്ചകൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.